കോൺഗ്രസ് പാർട്ടിക്ക് മാത്രമാണ് ഈ ഫ്രീഡം മൂവ്മെന്റ് കൊണ്ടുപോയത്. ഇന്ത്യ മുഴുവനും ഇത്രയും ജാതിയും മതവും പ്രശ്നവും അതിനകത്ത് മറ്റുള്ള ഇഷ്യൂസ് എല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ മൂവ്മെന്റ് മുമ്പോട്ട് കൊണ്ടുപോയത്. ഇന്ത്യൻ ഡിവിഷനുമായി ബന്ധപ്പെട്ട് ചില നേതാക്കൾ ഇന്ത്യ പാകിസ്ഥാൻ ഡിവിഷനുമായി ബന്ധപ്പെട്ട് അത് ഇന്ത്യ പാകിസ്ഥാൻ ഡിവിഷനെ പറ്റി പറയുന്ന ആര്? ഹിന്ദു മുന്നണിയാണ് പറയുന്നത്, ഹിന്ദു മഹാസഭയാണ് പറയുന്നത് ഈ രണ്ടായിട്ട് പോകണം. അപ്പൊ അതിനെതിരെയാണ് ഗാന്ധിജി സത്യാഗ്രഹം വരുന്നത്. അതില്ലേ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, ഒറ്റ ഇന്ത്യയായിട്ട് കൊണ്ടുപോകണം. അതിപ്പോ സ്കൂളിൽ വന്ന് ഇപ്പം ചില കാര്യങ്ങൾ ഒരു കാര്യം ചോദിക്കാം. സ്കൂളിൽ വന്ന് സാൻസ്കൃത് പഠിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ ഇന്നത്തെ സ്റ്റുഡൻസ് സാൻസ്കൃത് അവർ പരീക്ഷയ്ക്ക് വേണ്ടി പാസ്സാകാൻ വേണ്ടി അത് അവിടെ ഇവിടെ തൊടാതൊക്കെ പറയും എന്നല്ലാതെ ഇന്നത്തെ ഒരു ലാംഗ്വേജ് പഠിക്കുക എന്ന് പറയുന്നത് വലിയ സംഭവമൊന്നുമല്ല. കാരണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഏത് ഭാഷയിൽ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഷയിൽ അത് മാറ്റിത്തരും. അത് സ്പീച്ചിൽ തരും, അത് ടെക്സ്റ്റിൽ തരും, നിങ്ങൾക്ക് ഉള്ള രീതിയിൽ AI വെച്ച് അല്ലാത്ത രീതിയിൽ തരും, നിങ്ങളത് പറയുന്നതായിട്ട് തരും. അപ്പൊ അങ്ങനൊരു ലോകത്ത് ഈ പറയുന്നത് ഗവൺമെന്റ്, കേന്ദ്ര സർക്കാർ അവരുടെ അജണ്ടയുടെ ഭാഗമായിട്ട് ഇതൊക്കെ അടിച്ചേൽപ്പിച്ചാൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ആരെങ്കിലും ഇത് കാര്യമായിട്ട് എടുക്കുന്നു? ആരും ഇത് കാര്യമായിട്ട് എടുക്കുന്നില്ല. ഇത്രയും വർഷം കൊണ്ട് ഇത് പറഞ്ഞിട്ട് ഈ പറയുന്ന BJPക്കാരും ചില BJPക്കാരും RSSകാരും ഇത് മുക്കിയെടുത്ത് നടക്കുന്നതല്ലാതെ വലിയൊരു ശതമാനം BJPക്കാരും വിശ്വസിക്കുന്നില്ല.